എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു രസം ഉണ്ടാക്കാമേ, ചോറിന് കഴിക്കാൻ. രസം വെക്കാനായിട്ട് നമ്മളിവിടെ കുറച്ച് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പുളി വെള്ളത്തിലിടാം. പുളി അവിടെ നിന്ന് കുതിരുന്ന നേരം കൊണ്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, 5-6 ഉള്ളി, ചെറിയ ഉള്ളി, ഇത്ര നമുക്കിവിടെ ചതച്ച് മാറ്റി വെക്കാമേ. ഇനി നമുക്ക് രസം വെക്കാനുള്ള പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ കടുകും ഉലുവായും കൂടെ ഇടാം. ഇത് നുള്ള ഉലുവായും 1/2 ടീസ്പൂൺ കടുകും കൂടാണ് ഇട്ടത്. ഇനി നമുക്ക് നമ്മൾ ചതച്ചില്ലായിരുന്നു വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, അതിട്ടങ്ങോട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇത് മല്ലി ചതച്ചതാണേ. മല്ലിപ്പൊടിയല്ലിടുന്നേ, ഇച്ചിരി മല്ലി എടുത്ത് ചതച്ചതാണേ. അതും കൂടെ ഇട്ടു ഒന്ന് മുരിച്ചെടുക്കാം. പിന്നെ നമുക്ക് 2 ഉണക്കമുളകും ഇച്ചിരി കരിയാപ്പിലയും കൂടെ. ഉണക്കമുളകും കരിയാപ്പിലയും ആദ്യം ഇട്ടാൽ അതിൻ്റെ ആ കളർ അങ്ങ് മാറിപ്പോകും, കറുത്ത് പോകും മുളക്. അപ്പം അത് കളറ് മാറാതിരിക്കാനാണ് ഇപ്പോഴിട്ടത്. പിന്നെ 1 തക്കാളി അരിഞ്ഞത്, തക്കാളി വലുതായിട്ട് അരിഞ്ഞത്, അതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി ഇച്ചിരി കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിടാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളി ഞെരടി പിഴിഞ്ഞ് വെള്ളം ഇങ്ങോട്ട് അരിച്ചൊഴിക്കാം. പുളിവെള്ളം ഒഴിച്ച് നമുക്കതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. 4 കപ്പ് വെള്ളം ഒഴിച്ചു. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ വരുമ്പം ഇത് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടു. ഇത് കായപ്പൊടിയാണ്, 3/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടു. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടേ, ഉപ്പ് കുറവായിരുന്നു. ഇത് കണ്ടോ, ഇതുപോലെ രസമാകുമ്പം തീ ഓഫ് ചെയ്യണം. രസം നല്ലപോലെ വെട്ടിത്തിളയ്ക്കത്തില്ല. പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതുകൊണ്ട് നമ്മുടെ രുചികരമായ രസം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് വിളമ്പിയെടുക്കാം. വെറുതെ കുടിക്കാനും നല്ലതാണ് രസം, ചോറിനൂടെ കഴിക്കാനും നല്ലതാണേ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.